ഇന്ന് നടന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 3 and 4 ശരിയാണ്. ആദ്യത്തെ ഓപ്ഷൻ 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക. രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് 1931, പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെക്കുന്നത് 1939, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നത് 1922, ബർദോളി സത്യാഗ്രഹം നടക്കുന്നത് 1928. ആൻസർ ഓപ്ഷൻ ബി. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ആദ്യം ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, ശേഷം ലോങ് മാർച്ച്, ജപ്പാൻ്റെ ചൈന ആക്രമണം, മഹത്തായ സാംസ്കാരിക വിപ്ലവം. അങ്ങനെയാണ്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. 1946 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. എൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2 and 4 അതാണ് ശരിയായിട്ടുള്ളത്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. താഴെ തന്നിരിക്കുന്നതിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. കാൺപൂറിൽ നാനാ സാഹിബാണ് നേതൃത്വം നൽകിയതെങ്കിൽ വിപ്ലവത്തിന് 1857 വിപ്ലവമാണ്. അപ്പോൾ കാൺപൂറിൽ നാനാ സാഹിബാണ് നേതൃത്വം നൽകിയതെങ്കിൽ ആറയിൽ ആരാണ് എന്നുള്ളതും ഡൽഹിയിൽ ബഹദൂർ ഷാ ആണെങ്കിൽ ബറൗട്ടിൽ ആരാണെന്നുള്ളതും. ആൻസർ ഓപ്ഷൻ സി, കൻവർ സിംഗും ഷാമലാണ്. ആറയിൽ കൻവർ സിംഗും ബറൗട്ടിൽ ഷാമലുമാണ് നേതൃത്വം നൽകിയത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്? 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ആൻസർ ഓപ്ഷൻ സി, 1ഉം 3ഉം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ബസാൾട്ട് എന്ന് പറയുന്ന പാറ പൊടിഞ്ഞിട്ടാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? സത്ലജ് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപാണ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 107 ആണ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു, കൃഷിയിൽ പുരോഗതി ഉണ്ടായി, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. അപ്പോൾ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് തെറ്റായിട്ട് വരുന്നത് കൃഷിയിൽ പുരോഗതി ഉണ്ടായാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 1, 2, 4 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടുപിടിക്കാം. ലോക വ്യാപാര സംഘടന ജനീവ, ലോക ബാങ്ക് വാഷിംഗ്ടൺ, അന്താരാഷ്ട്ര നാണ്യനിധി വാഷിംഗ്ടൺ, ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിംഗ്. യോജിക്കാത്തത് ഓപ്ഷൻ ഡി, ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിംഗ് അല്ല. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ സി 1, 2, 3, 4. ഇത് 4ഉം
ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950-ലാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരാണ്. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. ആൻസർ ഓപ്ഷൻ ബി 3 പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനും നിലവിൽ വന്ന കമ്മീഷനാണ് കേരള സംസ്ഥാന ലോകായുക്ത. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പദ്ധതി നവകേരള സദസ്സാണ്. അപ്പോൾ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ലൈഫ് മിഷൻ, ആർദ്ര മിഷൻ, ഹരിത കേരള മിഷൻ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായ വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കും. പ്രസ്താവന 3 തെറ്റാണ്, 1, 2 ശരിയാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് കർത്തവ്യ പഥ് എന്നാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. മന്ത്രിസഭയുടെ വലുപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളും നിർണ്ണയിക്കുന്നത് പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായി കണക്കാക്കുന്നു. ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോക്സഭാംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രിയെ അധികാരത്തിൽ തുടരാൻ കഴിയൂ. പ്രസ്താവന 3 തെറ്റാണ്, 1, 2 ശരിയാണ്. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ പദ്ധതി. തന്നിട്ടുള്ള പ്രസ്താവനകൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന അതാത് സംസ്ഥാന ഗവർണർക്കാണ്. പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയില്ല. പ്രസ്താവന 3 തെറ്റാണ്. സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് 2023 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ആദിത്യ L1. 2013 അല്ല, 2023 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 1-ൽ കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11-ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. 1, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ബാക്കി 3 കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. വനം, തൊഴിലാളി സംഘടനകൾ, വിദ്യാഭ്യാസം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമ ഉപദേശകനാണ് അറ്റോർണി ജനറൽ. മനുഷ്യ ജീനോം ഹ്യൂമൻ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീനാണ് ഡിസ്ട്രോഫിൻ. വൈറ്റമിൻ ഡിയുടെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്. വൈഡൽ പരിശോധന എന്ന് പറയുന്നത് സാൽമണല്ല ടൈഫി എന്ന രോഗകാരിയെ തിരിച്ചറിയാനാണ് ഉപയോഗിക്കുന്നത്. ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺസ്, നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് മീഥേൻ. ഓപ്ഷൻ എ. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകനാണ് സത്യനാരായണ ബേളേരി. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നതിന് താഴെ പറയുന്നത് അലൂമിനിയം എന്ന് പറയുന്ന മാധ്യമത്തിലാണ് ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത്. ലേസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം അൾട്രാ വയലറ്റ് റേസ് ആണ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ധ്രുവങ്ങളിലാണ്. ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3-ൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത്
2023 ഓഗസ്റ്റ് 23 ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേരാണ് ഐസോബാറുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് നൈട്രജൻ. ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണ് NH3. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതുവാണ് ഇൽമനൈറ്റ്. ഭൈരവി കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണി. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? P. വത്സല. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം 7. ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരത് ചന്ദ്രിക രചിച്ചത് പരവൂർ കേശവനാശാൻ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് V. ഷിനിലാൽ. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത് റോജിൻ തോമസ്. 1, 5, 14 ഇങ്ങനെ പോകുന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേരാണ് സ്തൂപിക സംഖ്യകൾ. 52ൻ്റെ ആൻസർ 104. 53ൻ്റെ ആൻസർ 15 ദിവസം എന്നുള്ളതാണ്. 54ൻ്റെ ആൻസർ ഓപ്ഷൻ B 4. 55ൻ്റെ ആൻസർ ഓപ്ഷൻ D 8.5. 56ൻ്റെ ആൻസർ ഓപ്ഷൻ A 34.98. 57ൻ്റെ ആൻസർ ഓപ്ഷൻ C 2√2π സെൻറ്റിമീറ്റർ ആണ്. 58ൻ്റെ ആൻസർ ഓപ്ഷൻ A. 59ൻ്റെ ആൻസർ ഓപ്ഷൻ B. 60ൻ്റെ ആൻസർ ഓപ്ഷൻ C. 61ൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. If I had attended the wedding, I could have met him. കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഓപ്ഷൻ C ആണ്, colleague. The match has been called off due to bad weather. ഓപ്ഷൻ B ആണ് ആൻസർ. He usually goes to office by bus. ഓപ്ഷൻ C ആണ് ആൻസർ. The cutlery I bought yesterday is quite expensive. ഇതിൽ ഓപ്ഷൻ B മുണ്ടേൻ എന്ന് പറയുന്ന വാക്കാണ് അഡ്ജക്റ്റീവ് ആയിട്ടുള്ളത്. Someone has asked John to make a speech at the meeting. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ John has been asked to make a speech at the meeting by someone. ഓപ്ഷൻ C ആണ് ആൻസർ. 68 to swear falsely. perjure എന്ന വാക്കിൻ്റെ അർത്ഥമാണ് to swear falsely. Let's go for a movie. shall we? ഓപ്ഷൻ D ആണ് ആൻസർ. പെൻസീവ് എന്ന വാക്കിൻ്റെ സിനോണിമാണ് contemplative. ഓപ്ഷൻ A. ശരിയായ രൂപം കൈയെഴുത്ത് ഓപ്ഷൻ A. നെന്മണി എന്ന പദം പിരിച്ചെഴുതുമ്പോൾ നെൽ മണി. ഓപ്ഷൻ B. വ്യാകരണം അറിയാവുന്നവൻ ഓപ്ഷൻ A. വൈയാകരൻ. ചിലർ എന്ന പദത്തിൻ്റെ വചനം ഓപ്ഷൻ C. അലിംഗ ബഹുവചനം. പല്ലവപ്പുടം വിഗ്രഹിക്കുമ്പോൾ ഓപ്ഷൻ D. പല്ലവിത്തിൻ്റെ പുടം. മഞ്ഞ് എന്നതിൻ്റെ സമാനപദം ഓപ്ഷൻ B. പ്രാലേയം. മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഓപ്ഷൻ C. ഏണം. ചേർത്തെഴുതുമ്പോൾ ച+1 ചാകുന്നു. ഓപ്ഷൻ 79th ക്വസ്റ്റ്യൻ ശരിയായ വാക്യം നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. ഓപ്ഷൻ D. സുപ്രസിദ്ധം എന്ന വാക്കിൻ്റെ വിപരീതം കുപ്രസിദ്ധം. 81 മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റത്തിനുള്ള ശിക്ഷ വധശിക്ഷ, ജീവപര്യന്തം തടവ്, പിഴ. ഇത് മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാം ഓപ്ഷൻ D. A എന്നയാൾ Bയെ കൊല്ലുന്നതിന് വേണ്ടി ഒരു കുപ്പി വെള്ളത്തിൽ വിഷം ചേർത്ത് വെച്ചു. ആ വെള്ളം C എടുത്ത് കുടിച്ചു മരിച്ചു. ഇവിടെ A ചെയ്ത കുറ്റം കുറ്റകരമായ നരഹത്യയാണ്. ഓപ്ഷൻ B. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 7 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു തെറ്റും ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. ചില കേസുകളിൽ 7 മുകളിൽ എന്നാൽ 12 താഴെ പ്രായമുള്ള കുട്ടി ചെയ്ത തെറ്റ് ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. മേൽപ്പറഞ്ഞ വാക്യങ്ങൾ 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യൻ പീനൽ കോഡ് IPC 1860 സെക്ഷൻ 269 പ്രകാരം താഴെ കൊടുത്തിട്ടുള്ള ഏത് പ്രവൃത്തിയാണ് കുറ്റകരം? കോവിഡ് രോഗി രോഗവിവരം മറച്ചുവെച്ച ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതാണ് കുറ്റകരമാവുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനങ്ങൾ,
ക്യാബിനറ്റ് ഡോക്യുമെൻറ്റുകൾ, കോപ്പിറൈറ്റ് മുതലായ ഭൗതിക സ്വത്തവകാശങ്ങൾ മുഖേന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇതെല്ലാം വരും. അപ്പോൾ ഓപ്ഷൻ ഡി, ഓപ്ഷൻസ് എ, ബി ആൻഡ് സി. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പൊതുജനങ്ങളിൽ ആർക്കും അവകാശമുണ്ട്? ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ട്. മേൽപ്പറഞ്ഞ വാചകങ്ങൾ 1ഉം 2ഉം ശരിയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല? സെക്ഷൻ 2Kയിൽ പ്രതിപാദിക്കുന്ന റെക്കോർഡുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ഉൾപ്പെട്ടിട്ടില്ല? സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക എന്നിട്ടുള്ളത് ഉൾപ്പെട്ടിട്ടില്ല. പരാതിയെ സംബന്ധിച്ച് കൈപ്പറ്റ രസീത് ലഭിക്കുക, പരാതിയുടെ ചുരുക്കം സ്റ്റേഷനിലെ സ്ഥിരം രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക, ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി ആ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ ഉണ്ടോ എന്നറിയുക എന്നുള്ളതൊക്കെ അവകാശങ്ങളാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 പ്രകാരം കൊഗ്നൈസബിൾ കുറ്റം എന്നാൽ പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമാണ്. 0 FIRനെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ ഓപ്ഷൻ ഏതാണ്? സീരിയൽ നമ്പർ ഇടാതെ ഒരു കുറ്റം റിപ്പോർട്ട് ചെയ്യാനുള്ള ഉപാധിയാണ് 0 FIR. ഏത് പോലീസ് സ്റ്റേഷനിലും കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഉപാധിയാണ് 0 FIR. അഥവാ ഒരു പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്താൻ വിസമ്മതിച്ചാൽ സൂപ്രണ്ട് ഓഫ് പോലീസിന് പരാതി കൊടുക്കാവുന്നതാണ്. മുകളിൽ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ശരിയാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 സെക്ഷൻ 44 പ്രകാരം അറസ്റ്റ് ചെയ്യാനുള്ള ആരുടെ അധികാരത്തിനെയാണ് വിവരിക്കുന്നത്? മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തിനെയാണ് വിവരിക്കുന്നത്. 40 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു വ്യക്തിയുടെ ജനന തീയതിയെക്കുറിച്ചുള്ള തെളിവായി അയാളുടെ ജനനം നടന്ന ഹോസ്പിറ്റലിലെ ആ സമയത്തെ ഡ്യൂട്ടി ഡോക്ടറായിരുന്ന പിന്നീട് മരണപ്പെട്ടു പോയ ആളുടെ ഡയറി സ്വീകരിക്കണമെന്ന് വാദിഭാഗം ആവശ്യപ്പെടുന്നു. ഈ ഉദാഹരണത്തിൽ തീരുമാനമെടുക്കാൻ പ്രസക്തമാകുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഏത് സെക്ഷനാണ്? സെക്ഷൻ 32. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 44 പ്രകാരം ഒരു പ്രത്യേക വിഷയത്തിൽ വിദഗ്ധയായ വ്യക്തിയുടെ അഭിപ്രായം കോടതിക്ക് തെളിവായി സ്വീകരിക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരാളുടെ മനോനിലയെക്കുറിച്ചിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അഭിപ്രായം ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 45 പ്രകാരം കോടതിക്ക് തെളിവായി എടുക്കാവുന്നതാണ്. വാക്യം 2 മാത്രമാണ് ശരി. ഒരാളുടെ മനോനിലയെക്കുറിച്ചിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അഭിപ്രായം ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 45 പ്രകാരം കോടതിക്ക് തെളിവായി എടുക്കാവുന്നതാണ്. അത് ശരിയാണ്. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 117 പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ എന്ന് പറയുന്നത് കൊഗ്നൈസബിളും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ വാക്യങ്ങളിൽ ഏറ്റവും ശരിയായ തിരഞ്ഞെടുക്കുക. പ്രോസിക്യൂഷന് ജാമ്യാപേക്ഷ എതിർക്കാൻ അവസരം കൊടുക്കണം. ന്യായമായ കാരണങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടണം. ഓപ്ഷൻസ് എ ആൻഡ് ബി. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 പ്രകാരമുള്ള കുറ്റവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിന് ശേഷം എത്ര വർഷത്തിനകം നേടിയ വസ്തു കണ്ടുകെട്ടപ്പെടും? 6 വർഷത്തിന് ശേഷം കണ്ടുകെട്ടപ്പെടും. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള പ്രവേശിത ലൈംഗിക അതിക്രമ കുറ്റത്തിനാണ് പോക്സോ ആക്ട് 2012 20 വർഷത്തിൽ കുറയാതെ ശിക്ഷയും പിഴയും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്? 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നേരെയുള്ള പ്രവേശിത പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെതിരെയാണ്. പോക്സോ ആക്ട് 2012 സെക്ഷൻ 3 പ്രകാരം കൊടുത്ത പരാതി കെട്ടിച്ചമച്ചതോ തെറ്റായ വിവരമോ ആണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെതിരെ മാത്രമേ കുറ്റമാവുകയുള്ളൂ. മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ കൊടുത്തിട്ടുള്ള സെക്ഷൻ 67A എന്ന വകുപ്പിൻ്റെ ലംഘനമാണ്. മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വകുപ്പാണ് സെക്ഷൻ 43.